ഹല്ലേലൂയ. സ്വർഗമൊരുക്കിയ ഹോളി വെപ്പൻ എന്ന 5-ാം ദിവസത്തിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ജപമാല എന്ന പരിശുദ്ധമായ ആയുധമെടുത്തുകൊണ്ട് തിന്മയ്ക്കെതിരെയുള്ള യുദ്ധമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ദിവ്യകാരുണ്യ ആരാധനയോട് ചേർന്ന് പരിശുദ്ധ മറിയത്തോട് ചേർന്ന് നമുക്ക് യേശുവിനെ ആരാധിക്കാം. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് വീടുകളിലെ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങട്ടെ. ഇതാ കർത്താവ് നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്നു. ദൈവപുത്ര അങ്ങേയ്ക്കാരാധന, യേശുനാഥ അങ്ങേയ്ക്കാരാധന. ദൈവപുത്ര അങ്ങേയ്ക്കാരാധന, യേശുനാഥ അങ്ങേയ്ക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേയ്ക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേയ്ക്കാരാധന. ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ശക്തിയേറിയ വിശുദ്ധവും പരിശുദ്ധവുമായ ജപമാല എന്ന ആയുധം എടുത്തുകൊണ്ട് തിന്മയ്ക്കെതിരെ നമ്മൾ പോരാടുകയാണ്. ഈ ജപമാല പ്രാർത്ഥനയിൽ നിങ്ങൾ വിശ്വസിക്കുക. വിശുദ്ധ ഡൊമിനിക് പറഞ്ഞ ഏതാനും ചില വരികളുടെ ആഴവും അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ ജപമാലയിലൂടെ കടന്നു പോകാൻ. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, ഇന്ന് പരിശുദ്ധ അമ്മ നിങ്ങളുടെ വീടുകളിൽ വരും, നിങ്ങളുടെ അരികിലേക്ക് വരും, നിങ്ങളുടെ ബെഡുകളിലേക്ക് വരും. പരിശുദ്ധ അമ്മ നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരും. ഈ വരികൾ ഹൃദയത്തിൽ സ്വീകരിക്കാം നമുക്ക്. വിശുദ്ധ ഡൊമിനിക് പ്രകാരം പറഞ്ഞു, പരിശുദ്ധ ജപമാലയിൽ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ധാരാളം രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഈ രഹസ്യങ്ങൾ നമുക്ക് വേണ്ടി തുറന്നു തരുന്ന ഏക താക്കോൽ വിശ്വാസമാണ്. അതിനാൽ വളരെ ഭയഭക്തിയോടുകൂടെ വിശ്വാസപ്രമാണം സർവശക്തിയോട് പ്രഖ്യാപിച്ചുകൊണ്ട് വേണം ജപമാലയിലേക്ക് പ്രവേശിക്കാൻ. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ വിശ്വാസം എത്രമാത്രം ശക്തമാണോ അത്രമാത്രം യോഗ്യതയുള്ളതായിരിക്കും നമ്മുടെ ജപമാലയുടെ ഓരോ മണി ജപങ്ങളും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിലിരിക്കുന്ന ജപമാല എടുത്ത് ഉയർത്തിപ്പിടിക്കാം. വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ മറിയത്തോട് ചേർന്ന് നമുക്ക് ജപമാല ചൊല്ലാം. പ്രത്യേകിച്ച് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ എല്ലാ നിയോഗങ്ങളും, അത് കണക്കിനെ ഫ്രാൻസിസ് പിതാവിൻ്റെ പ്രത്യേകമായ നിയോഗങ്ങളും, നമ്മുടെ രൂപത അധ്യക്ഷൻ്റെ നിയോഗങ്ങളും, ആഗോള കത്തോലിക്ക തിരുസഭയിലുള്ള എല്ലാ വൈദികരെയും സന്യസ്തരെയും ആത്മായ ശുശ്രൂഷകരെയും മിഷണറിമാരെയും കത്തോലിക്ക തിരുസഭയുടെ എല്ലാ സ്ഥാപനങ്ങളെയും പ്രത്യേകിച്ച് ചാനലിനെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജപമാല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശുദ്ധ ഡൊമിനിക്കിനോട് ചേർന്ന് വിശ്വാസത്തോടെ നമുക്ക് പ്രഖ്യാപിക്കാം. സർവശക്തനായ പിതാവും
ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നെന്നും അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഉണ്ടാകുവാൻ വേണ്ടി അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്ന അങ്ങയുടെ ദുരിതൻപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, നിരന്തരം കർത്താവിൽ ആശ്രയിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് മേടിച്ചു തരണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്ന അങ്ങയുടെ ദുരിതൻപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, യേശുക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനുള്ള കൃപ ഞങ്ങൾക്ക് മേടിച്ചു തരണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങേരുടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്ന അങ്ങയുടെ ദുരിതൻപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖത്തിന്റെ ഒന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്നതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. കർത്താവായ ഈശോയെ, ആഗോള കത്തോലിക്ക തിരുസഭയുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് സഭാപിതാക്കന്മാർക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും സന്യസ്തർക്ക് വേണ്ടിയും ആത്മായ വിശ്വാസികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ദുരിതൻപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ദുരിതൻപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ദുരിതൻപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ദുരിതൻപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ദുരിതൻപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ ഈ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നികളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലന്റെ അഗ്നിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ടാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ പിലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് നമുക്ക് ധ്യാനിക്കാം. കർത്താവായ യേശുവേ, ലോകത്തിലുള്ള എല്ലാ ഭരണാധികാരികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തിന്മയ്ക്കെതിരെ അവർ പ്രവർത്തിക്കുവാൻ, ഉണർന്നെഴുന്നേൽക്കുവാനും തിന്മയ്ക്കെതിരെ ശക്തമായി അവർ തീരുമാനങ്ങൾ എടുക്കുവാനും പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണാധികാരികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മയക്കുമരുന്നിൽ നിന്നും മറ്റ് ലഹരി വസ്തുക്കളിൽ നിന്നും മറ്റ് ഈ ആധുനിക ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മയ്ക്കെതിരെ ശക്തമായ നിയമ നടപടികൾ എടുക്കുവാൻ തക്കവിധം ഭരണാധികാരികൾ ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയാൻ വേണ്ടി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയേ, ഞങ്ങളുടെ ഈ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നികളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മൂന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായെ യൂദന്മാർ മുൾക്കിരീടം ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക. പരിശുദ്ധ ദൈവമാതാവേ, പ്രത്യേകിച്ച് അഹങ്കാരത്തിലും നിരീശ്വരവാദത്തിലും യുക്തിവാദത്തിലും ദൈവത്തെ ശപിച്ച് തള്ളിപ്പറയുന്ന ഓരോ ആത്മാക്കളുടെയും വീണ്ടെടുപ്പിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും സ്വർഗ്ഗത്തിലെ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ 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 മരിയ,
ആവേ 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 മരിയ. നാലാം ദിവ്യരഹസ്യം നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്കധികം അപമാനവും വ്യാകുലവും ഉണ്ടാക്കുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശും മരം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കുക. കർത്താവായ ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മാരക പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു. കെട്ടപ്പെട്ടു പോയ മാനസാന്തരമില്ലാത്ത മാരക പാപത്തിൽ കഴിയുന്ന ലോകത്തിലെ സകല മാരകഭാവികളുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടി ഈ രഹസ്യം കാഴ്ചവെച്ച് അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാൽ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അഞ്ചാം ദിവരഹസ്യം നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ ഗാഗുൽഥാ മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴങ്ങി പരിശുദ്ധ ദൈവമാതാവിൻ്റെ മുമ്പിൽ തിരുവസ്ത്രമായി ഉരിഞ്ഞെടുക്കപ്പെട്ടു, കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. പരിശുദ്ധ ദൈവമാതാവേ, പ്രത്യേകിച്ച് അമ്മയെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, അമ്മയെ തെറി പറഞ്ഞുകൊണ്ട് നിത്യനാശത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള എല്ലാ മക്കളെയും വീണ്ടെടുക്കപ്പെടുവാൻ വേണ്ടി അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ കരുണക്കടലിലേക്ക് മുക്കി അവരെ വീണ്ടെടുക്കണമേ. പ്രത്യേകിച്ച് തിരുസഭയ്ക്കെതിരെ, പൗരോഹിത്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന, സത്യവിശ്വാസത്തിനെതിരെ പ്രവർത്തിച്ച് പാപം വരുത്തിവെച്ച് അന്ധകാരത്തിൽ ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, ചാനൽ ചർച്ചകളെയും, ലോകം മുഴുവനെയും വീണ്ടെടുക്കണമേ. പരിശുദ്ധ
കത്തോലിക്ക തിരുസഭയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. തിരുസഭയെ കടന്നാക്രമിക്കുന്ന എല്ലാ ശക്തികൾക്കും എല്ലാ വ്യക്തികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, പ്രത്യേകിച്ച് മറ്റ് സഭകളിലുള്ള പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നികളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലെ, വിശുദ്ധ ഗബ്രയേലെ, വിശുദ്ധ റഫാലെ, സ്ത്രീകന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമയെ, ഞങ്ങൾ വലിയ പാപികളായിരുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ 53 മണി ജപം നിങ്ങളുടെ സ്തുതികളുടെ കൂടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിൽ ഏറ്റവും വലിയ ഉപകാരമായി കാഴ്ചവെക്കാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസം ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടിരണമേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയത്തോട് ചേർന്ന് സകല വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് നമുക്ക് യേശുവിനെ ആരാധിക്കാൻ ആയിരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിൽക്കാം. രണ്ടാം വരവിന് വേണ്ടി ദൈവജനത്തെ ഒരുക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ ഇനി കഴിയുകയുള്ളൂ. പാപം വർദ്ധിക്കുന്ന ഈ ലോകത്തിൽ ദൈവമക്കൾ കൃപയിൽ ജീവിക്കുവാൻ
കൃപയോട് ചേർത്ത് പിടിക്കുവാൻ ഈ പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ ഇനി സാധിക്കുകയുള്ളൂ. അതിനാൽ നമുക്ക് അമ്മയോട് ചേർന്ന് യേശുക്രിസ്തുവിനെ നമുക്ക് ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങാം. പ്രത്യേകിച്ച് കർത്താവെ, വിവിധ രാജ്യങ്ങളിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയോടൊപ്പം പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നേ ദിവസം ഈ ശുശ്രൂഷയോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രോഗികളായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിരാശയിൽ ആണ്ടുപോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജപമാല ഒരിക്കൽ നല്ലതുപോലെ ചൊല്ലി ഇപ്പോൾ ചൊല്ലാൻ പറ്റാത്ത വിധത്തിൽ തടസ്സപ്പെട്ട് നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടി പരിശുദ്ധ മറിയത്തോടുള്ള ആഴമായ ബന്ധവും ആഴമായ സ്നേഹവും വർദ്ധിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, പരിശുദ്ധ കത്തോലിക്ക തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആഗോള കത്തോലിക്ക തിരുസഭയിലുള്ള 5 ലക്ഷം വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 5000 പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലക്ഷക്കണക്കിന് വരുന്ന സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഗോള സഭയിൽ ഈ ചിതറിക്കപ്പെട്ട് കിടക്കുന്ന മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ചാനലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകത്തിന്റെ അതിരുകളിൽ ദൈവശക്തി കൈയടിച്ച് ഒരുമിച്ച് സർവശക്തിയോട് നമ്മുടെ കുടുംബങ്ങളിൽ ഒരുമിച്ചായിരുന്നുകൊണ്ട് തിരുസഭയോട് ഐക്യപ്പെട്ട് പൗരോഹിത്യത്തിന്റെ അഭിഷേകത്തോട് ചേർന്ന് സന്യാസത്തിന്റെ അഭിഷേകത്തോട് ചേർന്ന് തിരുസഭയുടെ അഭിഷേകത്തോട് ചേർന്ന് പിതാക്കന്മാരുടെ അഭിഷേകത്തോട് ചേർന്ന് എന്റെ ആത്മീയ പിതാവിന്റെ അഭിഷേകത്തോട് ചേർന്ന് നമുക്ക് ആരാധിക്കാം. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. ശക്തിയോട് പ്രാർത്ഥിക്കട്ടെ ദൈവമക്കളെ. ലോകത്തിലുള്ള എല്ലാ വചനപ്രഘോഷകർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ വചനപ്രഘോഷകരുടെ മേലും ഈ കാലഘട്ടത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കാനായി, ആത്മരക്ഷയുടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടി, നിത്യജീവന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി വൈദികരെ അഭിഷേകം ചെയ്യണമേ. പിതാക്കന്മാരെ ഉണർത്തണമേ. ആത്മായ ശുശ്രൂഷകരെ തീപിടിപ്പിക്കണമേ. സഭാമക്കളെ ഉണർത്തണമേ. കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി സഭയെ ഉണർത്തണമേ. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയേ, ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധമേ. കൈയടിച്ച് സുവിശേഷത്തിൻ ദൂത് വിളമ്പാൻ നമ്മൾ പോകുമ്പോൾ നമ്മുടെ അമ്മയായ മറിയം നിത്യം കൂടെ നടക്കുന്നു, മനസ്സിൽ ശക്തി നിറയ്ക്കുന്നു. സുവിശേഷത്തിൻ ദൂത് വിളമ്പാൻ നമ്മൾ പോകുമ്പോൾ നമ്മുടെ അമ്മയായ മറിയം നിത്യം കൂടെ നടക്കുന്നു, മനസ്സിൽ ശക്തി നിറയ്ക്കുന്നു. ആഹാ, അമ്മയ്ക്കൊപ്പം ഉത്സാഹത്തോടോടി നടന്നിടാ. ആഹാ, അമ്മയ്ക്കൊപ്പം ഉത്സാഹത്തോടോടി നടന്നിടാ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. ശക്തിയോടെ കർത്താവേ, അനേക യുവജനങ്ങളെ ഉണർത്തണമേ. സഭയ്ക്ക് വേണ്ടി അനേക കുഞ്ഞുമക്കളെ തീപിടിപ്പിക്കണമേ. അനേക കുടുംബങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഇപ്പോൾ ആത്മാവിന് വേണ്ടി ദാഹിച്ചിരിക്കുന്ന എല്ലാവരുടെ മേലേക്കും പരിശുദ്ധമേ, അമ്മയിൽ നിറഞ്ഞിരുന്ന ആത്മാവിനെ അയക്കണമേ. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് ചെവി കൊടുക്കുന്ന എല്ലാ മക്കളെയും ഭാരി പൊതിയണമേ. ഈ ആലയത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ കണ്ണും കാതും എപ്പോഴും ജാഗരൂകരായിരിക്കുമെന്ന് 2 ദിനവൃത്താന്തം 7:15 തിരുവചന പ്രകാരം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ലോകത്തിന്റെ അതിർത്തികളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ ആരാധന ആരാധന ആരാധന. ആദ്യ പെന്തക്കുസ്തയിൽ നീ നായികയായല്ലോ, ഇനിയൊരു പുത്തൻ പെന്തക്കുസ്ത കാണാൻ ലോകമൊരുക്കണമേ, കൃപയുടെ വീഞ്ഞു നിറയ്ക്കണമേ. ആദ്യ പെന്തക്കുസ്തയിൽ നീ നായികയായല്ലോ, ഇനിയൊരു പുത്തൻ പെന്തക്കുസ്ത കാണാൻ ലോകമൊരുക്കണമേ, കൃപയുടെ വീഞ്ഞു നിറയ്ക്കണമേ. ആഹാ ലോകം മുഴുവൻ ക്രിസ്തുവിനെ പ്രതിലഹരിയിലാഴട്ടെ, ആഹാ ലോകം മുഴുവൻ ക്രിസ്തുവിനെ പ്രതിലഹരിയിലാഴട്ടെ. കർത്താവിനെ എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ഈ കാലഘട്ടത്തിന്റെ സുവിശേഷം, നിത്യജീവന്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടാൻ വേണ്ടി കുടുംബങ്ങളെ, യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, സന്യസ്തരെ, പൗരോഹിത്യത്തെ, ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരല്പസമയം പരിശുദ്ധ അമ്മയിലൂടെ യാത്ര ചെയ്യുകയാണ് നമ്മൾ. എന്നിട്ട് പിന്നീട് നമ്മൾ അമ്മയോടൊപ്പം നമ്മൾ യേശുവിനെ ആരാധിക്കും. ഇന്നും ഇന്നലെയുമായിട്ട് ചില ഫോൺ കോളുകൾ വരികയായിരുന്നു. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് എന്നാണ് ചില ചോദ്യങ്ങൾ. ബാക്കി ഞാൻ പറയുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നിറഞ്ഞു നിൽക്കുന്ന 4 സാന്നിധ്യമാണ്. 4 നിറ സാന്നിധ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. 1 പിതാവായ ദൈവം, 2 പുത്രനായ യേശു, 3 പരിശുദ്ധാത്മാവ്, 4 പരിശുദ്ധ മറിയം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധ മറിയവുമാകുന്ന 4 പേരുടെ നിറ സാന്നിധ്യമാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നിറഞ്ഞ് നിൽക്കുന്നത്. ആദ്യത്തെ പ്രവചനം ഉൽപ്പത്തി 3:15 പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം. വെളിപാട് 12 സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടുവെന്ന് വിശേഷിപ്പിക്കുന്നു. വെളിപാട് 12-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ. ഇനി നമുക്ക് തിരുവചനത്തിലൂടെയും സഭാ പ്രബോധനങ്ങളിലൂടെയും കടന്നു പോകാൻ പ്രിയപ്പെട്ടവരെ. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ പറയുകയാണ്, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ പരിത്രാണ കർമ്മവും പരിശുദ്ധാത്മാവിൻ്റെ ദാനവും പരിശുദ്ധ മറിയത്തിൻ്റെ സമ്പൂർണമായ സമർപ്പണവും കൂടെ ചേർന്നതാണ് രക്ഷയും രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണവും. ഇതിലൊന്ന് മാറ്റി നിർത്തിയാൽ രക്ഷയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ഡൊമിനിക്ക് പ്രകാരം പറഞ്ഞു, പരിശുദ്ധ അമ്മയെ ബോധപൂർവം മാറ്റി നിർത്തുന്നവൻ രക്ഷയാണ് അവഗണിക്കുന്നത്. പരിശുദ്ധ അമ്മയെ ബോധപൂർവം അവഗണിക്കുന്ന വ്യക്തി രക്ഷയെ ബോധപൂർവം വേണ്ടാന്ന് വെക്കുകയാണെന്ന് വിശുദ്ധ ഡൊമിനിക്ക് പറയുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ വെളിപ്പെടുത്തലാണ്. വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് പ്രകാരമാണ് പറയുന്നത്, പരിശുദ്ധ അമ്മയെ നമ്മൾ ആദരിക്കുമ്പോൾ
പിതാവായ ദൈവം മഹത്വപ്പെടുകയാണ്. എന്തെന്നാൽ അവിടുത്തെ കാരണം എന്നിട്ട് പറയാണ്, അവിടുത്തെ സൃഷ്ടികളിൽ ഏറ്റവും പൂർണ്ണമതിയെയാണ് ആദരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ലോകത്തിലെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും പൂർണ്ണത നിറഞ്ഞ തൻ്റെ മകളെയാണ് ആദരിക്കുന്നതെന്നാണ് പിതാവായ ദൈവം പറയുന്നത്. 2, പുത്രനായ ഈശോ മഹത്വപ്പെടുകയാണ് അമ്മേനെ ആദരിക്കുമ്പം. എന്തെന്നറിയോ? എന്തെന്നാൽ തൻ്റെ പരിശുദ്ധയായ അമ്മയെ തന്നെയാണ് തൻ്റെ മക്കൾ ആദരിക്കുന്നത്. 3, പരിശുദ്ധാത്മാവ് ആനന്ദിക്കുകയാണ് പരിശുദ്ധ അമ്മേനെ ആദരിക്കുമ്പോൾ. അതായത് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി ആയതുകൊണ്ട് പരിശുദ്ധ അമ്മേനെ നമ്മൾ ആദരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർത്ത് ആനന്ദിക്കുകയാണ്. ഉദാഹരണത്തിന്, എൻ്റെ ഭാര്യനെ ആരെങ്കിലും ആദരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടാകും. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മേനെ നമ്മൾ ആദരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആനന്ദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്ന് വെച്ചാൽ വിശുദ്ധ ഡൊമിനിക് പറയാണ്, ജപമാല പ്രാർത്ഥന നമ്മൾ ഉരുവിടുമ്പോൾ ത്രിത്യേക ദൈവത്തെ ബഹുമാനിക്കുന്നു. ജപമാല പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ മറിയത്തിനോട് ചേർന്ന് ത്രിത്യേക ദൈവത്തെ നമ്മൾ ആരാധിക്കുകയാണ്. മറിയത്തെ ആരാധിക്കുകയല്ല, മറിയത്തോട് ചേർന്ന് ത്രിത്യേക ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം CCC 964 പ്രകാരം പറയുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കാം പ്രിയപ്പെട്ടവരെ. മറിയത്തിന് സഭയിലുള്ള ധർമ്മം ക്രിസ്തുവിലുള്ള അവളുടെ ഐക്യത്തിൽ നിന്നും വേർതിരിക്കാനാവാത്തതും അതിൽ നിന്നും നേരിട്ട് ഉത്ഭവിക്കുന്നതുമാണ്. ശ്രദ്ധിച്ചോ, രക്ഷാകർമ്മത്തിൽ മറിയത്തിന് മകനോടുള്ള ഈ ഐക്യം ക്രിസ്തുവിൻ്റെ കന്യകാ ജനനം മുതൽ അവിടുത്തെ മരണം വരെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ മണിക്കൂറിൽ അത് സർവോപരി വെളിപ്പെട്ടു. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ത്രിത്യേക ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ചേർന്ന് ആനന്ദിക്കുകയാണ്. പരിശുദ്ധ അമ്മേനെ നമ്മൾ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് സ്തുതിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതറിയണം. നമ്മള്. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം ഇപ്രകാരമാണ് പറയുന്നത്: യേശുവിൻ്റെ കന്യകാ ജനനം മുതൽ യേശുവിൻ്റെ കുരിശ് മരണം വരെ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മറിയം കാൽവരിയിലേക്ക് ഒരു തീർത്ഥയാത്ര ചെയ്തു. അത് യേശുവിൻ്റെ പീഡാനുഭവ സമയത്ത് അത് കൃത്യമായി വെളിപ്പെട്ടു എന്നാണ് 964 പറയുന്ന CCC. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു എത്രമാത്രം തൻ്റെ ശരീരത്തിൽ പീഡനങ്ങളിലൂടെ കടന്നുപോയോ, പരിശുദ്ധ മറിയം അത്രമാത്രം ഹൃദയത്തിൽ അതേ വേദനയിലൂടെയാണ് കടന്നുപോയത്. അതേ വേദനയിലൂടെ, മനുഷ്യന് സങ്കല്പിക്കുവാൻ പറ്റാത്ത അസംഖ്യം വേദനകളിലൂടെ എൻ്റെയും നിങ്ങളുടെയും അമ്മയായ പരിശുദ്ധ മറിയം കടന്നുപോയി പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ലോകത്തിലെ സകല മനുഷ്യരും മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കാൻ കടപ്പെട്ടിരിക്കുകയാണ്. CCC 492 വീണ്ടും പറയുകയാണ്, സൃഷ്ടിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയേക്കാളും അധികമായി മറിയത്തെ പിതാവ് ക്രിസ്തുവിൽ സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് ആശീർവദിച്ചു. എന്നിട്ട് പറയാണ്, തൻ്റെ മുമ്പിൽ സ്നേഹത്തിൽ പരിശുദ്ധയും നിഷ്കളങ്കയുമായിരിക്കുവാൻ വേണ്ടി ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ക്രിസ്തുവിൽ മറിയത്തെ പിതാവ് തിരഞ്ഞെടുത്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ മുമ്പിൽ പരിശുദ്ധയായിരിക്കാൻ വേണ്ടി ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ മറിയത്തെ തിരഞ്ഞെടുത്തു. അതാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ജപമാല പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാറില്ലേ? പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പരിശുദ്ധിയായി തിരഞ്ഞെടുത്തു. അതാണ് സഭയോട് ചേർന്ന് സഭാ മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെന്ന്. അതാണ് പ്രിയപ്പെട്ടവരെ, എല്ലാവരും പ്രത്യേകിച്ച് വചനം അനുസരിക്കുന്നുവെന്ന് വാശി പിടിക്കുകയും അവകാശപ്പെടുകയും ചെയ്യുന്ന എല്ലാ മക്കളും
ഇതനുസരിക്കാൻ കടപ്പെട്ടിരിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48 മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു: അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാശിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എപ്പോൾ മുതൽ? മറിയം എപ്പോഴാണോ രക്ഷാകര സന്ദേശം സ്വീകരിച്ചത് അപ്പോൾ മുതൽ ആ തലമുറയിലും ഈ തലമുറയിലും ഇനി വരാനിരിക്കുന്ന എല്ലാ തലമുറയിലുമുള്ള ജനതകൾ മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കാൻ കടപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും ആർക്കും ഒരു ഒഴിവ് കഴിവുമില്ല എന്നുള്ള കാര്യം തിരിച്ചറിയണം. യേശു പറഞ്ഞു, യോഹന്നാൻ 14:23, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കണം. അങ്ങനെയെങ്കിൽ യേശുവിനെ സ്നേഹിക്കുന്നെന്ന് അവകാശപ്പെടുന്ന എല്ലാ സഭകളിലുള്ള ദൈവമക്കളെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വചനം കർത്താവിൻ്റെ വചനമാണ്. അങ്ങനെയെങ്കിൽ ലൂക്ക 1:48 മുതൽ 50 വരെയുള്ള വചനങ്ങളും കർത്താവിൻ്റെ വചനമാണ്. ഈ വചനപ്രകാരം മറിയത്തെ പ്രകീർത്തിക്കുവാൻ കടപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും മാറ്റമില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രവാചകൻ 2:15 പറയുന്നു, കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. മറിയത്തെ തള്ളിപ്പറയുന്നവർ, മറിയത്തെ തെറി പറയുന്നവർ, മറിയത്തെ ധിക്കരിക്കുന്നവർ ഈ വചനത്തെയാണ് ധിക്കരിക്കുന്നത്. ലൂക്ക 1:48 വചനത്തിലാണ് ധിക്കരിക്കുന്നത്. മാറൂക്ക് 4:1 പറയുന്നു, ദൈവകൽപ്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്. അവളെ ഉപേക്ഷിക്കുന്നവൻ അവളുടെ പാപത്തിൽ മരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഈ ജപമാല പ്രാർത്ഥനയെ കുറിച്ച് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് ഇപ്രകാരമാണ് പറയുന്നത്: സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ഉൾപ്പെടുന്ന ജപമാല പ്രാർത്ഥന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നേരിട്ടുള്ള പ്രവർത്തനമാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നേരിട്ടുള്ള പ്രവർത്തനമാണ്. ഇതൊരു മാനുഷിക ഉപകരണങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്തതല്ല. അതാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്. സ്വർഗം അംഗീകരിച്ച പ്രാർത്ഥന, പിശാച് ഭയപ്പെടുന്ന പ്രാർത്ഥന. വീണ്ടും ഇപ്രകാരം പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ജനനവും യേശുക്രിസ്തുവിൻ്റെ മരണവും യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തെയും മാനിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുകയാണ് ഈ ജപമാല പ്രാർത്ഥനയിലൂടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വാസത്തോടെ, ആദ്യം പറഞ്ഞതുപോലെ വിശ്വാസത്തോടെയാണ് ഈ പ്രാർത്ഥന നമ്മൾ ഉരുവിടേണ്ടത്. വിജയസഭയിലുള്ളവർ അനുഗ്രഹിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥനയാണ്. വിജയസഭയിലുള്ളവരെ, വിശുദ്ധരും മാലാഖമാരും രക്തസാക്ഷികളെല്ലാവരും വിജയം പ്രാപിച്ചവരെല്ലാവരും പ്രിയപ്പെട്ടവരെ ഉരുവിട്ട പ്രാർത്ഥനയാണിത്. ഓർത്തുകൊള്ളുക, സമരസഭയിലുള്ളവരെ ആദരിക്കുവാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രാർത്ഥനയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സഭയിലുള്ള സകല മക്കൾ, പിതാക്കന്മാരും വൈദികരും വിശ്വാസികളും പാപത്തോടുള്ള പോരാട്ടത്തെ അതിജീവിക്കുവാൻ കരുത്ത് കൊടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും ജപമാല ചൊല്ലേണ്ടിയിരിക്കുന്നു. ജപമാലയിലൂടെ ശക്തി പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു. സകല സഭയിൽ കിടക്കുന്ന ശുദ്ധീകരണ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുവാനും അവരെ സ്വർഗത്തിലേക്ക് കയറ്റിവിടുവാനും വേണ്ടി അതിശക്തിയോട് ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ ജപമാല പ്രാർത്ഥന. പിശാചിന്റെ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും തകർക്കുവാൻ വേണ്ടി സ്വർഗം വെച്ച് നീട്ടിയിരിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. നിങ്ങൾ ഓർത്തുകൊള്ളുക, ബിഷപ്പ് ഫുൾട്ടൻ ജസ്റ്റിൻ ഇപ്രകാരമാണ് പറയുന്നത്: നന്മ നിറഞ്ഞ മറിയമേ എന്ന ഒരു ജപം ഹൃദയത്തിൽ നിന്നും വിശ്വാസത്തോടെ ഉരുപിടിക്കുകയാണെങ്കിൽ സാത്താനെ അടിക്കുകയും നരകത്തെ ഭയം കൊണ്ട് വിറപ്പിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ഇത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. പിശാച് വിറയ്ക്കും, നരകം ഭയന്ന് വിറയ്ക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന ഒരൊറ്റ നന്മ നിറഞ്ഞ മറിയമേ. ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിജയസഭ പ്രാപിച്ച ബിഷപ്പ് ഫുൾട്ടൻ ജസ്റ്റിൻ ലോകത്തിന് കൈമാറിയ നിധിയാണ്. ഞാനൊരു അനുഭവം നിങ്ങളോട് പറയട്ടെ. വിശുദ്ധ യോഹന്നാന്റെ വാഴ്ത്തപ്പെട്ട തോമസ് എന്നറിയപ്പെടുന്ന ഒരു വിശുദ്ധ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ ജീവൻ നയിച്ച വാഴ്ത്തപ്പെട്ട തോമസിന്റെ ഒരു അനുഭവമാണ് ഇത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇദ്ദേഹം ഭയങ്കര മരിയഭക്തനായിരുന്നു. കൂടെ ജപമാല ചൊല്ലിയുള്ള ജീവിതം, നിരന്തരം ജപമാല പ്രാർത്ഥന ഉരുവിട്ട് മുമ്പോട്ട് പോവുക. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജപമാല ചൊല്ലുകയും ജപമാലയെക്കുറിച്ച്
ജപമാലയെ കുറിച്ച് പ്രഘോഷിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അനേകരെ ജപമാല ചൊല്ലാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം ശക്തിയോട് മുമ്പോട്ട് പോകുമ്പോൾ പിശാചുകൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. പിശാചുകൾ അദ്ദേഹത്തെ ആക്രമിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു രോഗം അദ്ദേഹത്തിന് പിടിപെട്ടു. ഒരു രോഗം പിടിപെട്ട് വൈദ്യശാസ്ത്രം അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. മരണത്തോടടുത്ത് ഡോക്ടർമാരെല്ലാം കൈവിട്ട് മരണക്കിടക്കയിൽ ബോധം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ വെട്ടിൻ്റെ അരികിൽ പരിശുദ്ധ മാതാവിൻ്റെ സ്റ്റാച്ചുവും ഒരു ജപമാലയും ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഒരു അന്ന് വരെ ഉണ്ടായിട്ടില്ലാത്തൊരു വലിയ പരീക്ഷണം, ഒരു വലിയൊരു പിശാച് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹം ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ പ്രിയ അമ്മേ, എന്നെ രക്ഷിക്കണേ എന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ പ്രിയപ്പെട്ടവരെ, വാഴ്ത്തപ്പെട്ട തോമസ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, എന്നെ രക്ഷിക്കണമേ എന്ന് വിളിക്കുന്ന സമയത്ത് പരിശുദ്ധമ്മ അദ്ദേഹത്തിൻ്റെ ബെഡിലേക്ക് ഇറങ്ങി വന്ന് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് പരിശുദ്ധമ്മ വിളിച്ചു പറയാണ്, എൻ്റെ മകനെ തോമസേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ അരികിൽ തന്നെ ഉണ്ട്. തോമസ് കാണുകയാണ്, തോമസിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പൈശാചിക ശക്തി ഇടിമിന്നൽ പോലെ നിബന്ധിക്കുകയാണ്. ആ സമയത്ത് എങ്ങോട്ട് പോയെന്നറിയില്ല. എന്നിട്ട് അമ്മ പറയാണ്, മോനെ തോമസേ, നീ എഴുന്നേൽക്കുക, നീ ഇന്നലെ വരെയും ചെയ്തത് ഇനിയും നീ ശക്തിയോടുകൂടി ചെയ്യുക. വാഴ്ത്തപ്പെട്ട തോമസിന്റെ ശരീരത്തിൽ നിന്നും രോഗങ്ങൾ അപ്രതീക്ഷിതമായി ചാടി എഴുന്നേറ്റ് പ്രിയപ്പെട്ടവരെ. പിന്നീട് തോമസ് വേദിയിൽ വചനം പ്രഘോഷിക്കാനായിട്ട് കയറി നിൽക്കുന്ന സമയത്ത് ചാട്ടുളി പോലെയാണ് വചനം കടന്നു വരുന്നത്. കഠിനപാപികൾ മാനസാന്തരപ്പെടുന്നു, രോഗികൾ സുഖപ്പെടുന്നു, പിശാച് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുകയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ആദ്യം പറഞ്ഞതിനേക്കാൾ ഇരട്ടി ശക്തിയോടുകൂടി പറയാൻ തുടങ്ങിയപ്പോൾ പിശാചിന്റെ ആധിപത്യം തകരുകയാണ് പ്രിയപ്പെട്ടവരെ. അനേക പാഷണ്ഡിതകളെ, അനേക മനുഷ്യരെ മാനസാന്തരത്തിലേക്ക്, സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട തോമസ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്, വിശുദ്ധ യോഹന്നാന്റെ വാഴ്ത്തപ്പെട്ട തോമസ് എന്നാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവരെ സങ്കീർത്തകൻ പറഞ്ഞത്. 144 സങ്കീർത്തനം 1 തിരുവചനം പറയുന്നു, യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. ജപമാല കൈകളിലെടുത്തുകൊണ്ട്, കൈ ഉയർത്തി വിരിച്ചു പിടിച്ചുകൊണ്ട്, വിരലുകൾ കൊണ്ട് ഓരോ മണികളും അങ്ങോട്ട് മറിച്ച് ചെയ്യുമ്പോൾ നമ്മൾ യുദ്ധം ചെയ്യുകയും പടപൊരുതുകയുമാണ് ചെയ്യുന്നത്. ഓരോ മണി ജപം ചൊല്ലും തോറും പിശാചുകൾ ഇടിമിന്നൽ പോലെ നിവേദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദര, കഠിനാധ്വാനത്തിലൂടെ നിനക്ക് കടന്നുപോയി നീ ക്ഷീണിതനാണെങ്കിൽ, നിന്നെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ, നിന്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നീ തളർന്നു പോകുന്നുവെങ്കിൽ, ഇനി മുമ്പോട്ട് നീ എന്ത് ചെയ്യുമെന്ന് തോന്നും, ഇനി എങ്ങനെ എൻ്റെ ജീവിതം തള്ളി നീക്കുമെന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ, ഈ നിമിഷം തന്നെ യുദ്ധം ചെയ്യാനുള്ള ആയുധം നീ കയ്യിലെട്. അതായത് ഏറ്റവും പരിശുദ്ധമായ ആയുധം ജപമാല എന്ന ആയുധം കയ്യിലെട്. വിശുദ്ധ ബെർനാഡ് ഇപ്രകാരം പറയുകയാണ്, മറിയം താങ്ങുമ്പോൾ നീ വീഴുകയില്ല, മറിയം സംരക്ഷിക്കുമ്പോൾ നീ ഭയപ്പെടേണ്ട, മറിയം നയിക്കുമ്പോൾ നീ ക്ഷീണിക്കുകയില്ല, മറിയം നിനക്ക് അനുകൂലമായി നിന്നാൽ നീ നിത്യതയുടെ തുറമുഖത്ത് എത്തിച്ചേരുക തന്നെ ചെയ്യും. ഈശോ പറഞ്ഞില്ലേ, നീതിയെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് വരെ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയോ പുകഞ്ഞ തിരി കെടുത്തുകയോ ചെയ്യുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ സകല മനുഷ്യരും മറിയത്തെ പ്രകീർത്തിക്കാൻ കടപ്പെട്ടിരിക്കുക. പിശാചിന് പേടിയാണ് പരിശുദ്ധ അമ്മേനെ. എന്താണെന്നറിയോ? പരിശുദ്ധ അമ്മേനെ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ പിശാച് ഇടിമിന്നൽ പോലെ നിവേദിക്കുന്നത് കൊണ്ട് അവൻ തൻ്റെ യേശു രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ തൻ്റെ മക്കളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് വരുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ ആദ്യമായി പരിശുദ്ധ അമ്മയുടെ മഹത്വം വെളിപ്പെടുത്തിയത് ആർക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് കുറച്ച് നാളുകളായി കിട്ടിയ ഒരു ചിന്ത ഞാൻ പറയട്ടെ. പരിശുദ്ധ അമ്മയെക്കുറിച്ചും അമ്മയുടെ മഹത്വത്തെക്കുറിച്ചും സ്വർഗം വെളിപ്പെടുത്തി തന്നില്ല എങ്കിൽ ആർക്കും അത് മനസ്സിലാകില്ല. ഇനി സ്വർഗം വെളിപ്പെടുത്തി തരുമ്പോൾ അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ അവനത് സ്വീകാര്യമാകുകയുമില്ല. പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയത് സ്വർഗമാണ് ആദ്യം വെളിപ്പെടുത്തിയത് മാലാഖയിലൂടെയാണ്, ഗബ്രിയേൽ മാലാഖയിലൂടെ. ലൂക്കാ 1:28 പറയുന്നു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ,
രണ്ടാമത് വെളിപ്പെടുത്തിയത് എലിസബത്തിലൂടെയാണ്. ഈ എലിസബത്ത് ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇളയമ്മയാണ്. ക്രമപ്രകാരം മറിയം അനേക തവണ എലിസബത്തിന് സ്തുതി കൊടുക്കുമായിരുന്നു, എലിസബത്ത് സ്തുതി ഏറ്റുവാങ്ങുമായിരുന്നു. എന്നാൽ ഒരു ദിവസം എലിസബത്തിനെ സന്ദർശിക്കുവാൻ വേണ്ടി മറിയം വരുമ്പോൾ എലിസബത്തിനോട് ഇപ്രകാരം സ്വർഗം പറഞ്ഞു കാണും: ഇന്നലെ വരെ വന്ന നിന്റെ കൊച്ചുമകൾ മേരിയല്ല, ദൈവത്തെ ഉദരത്തിൽ വഹിച്ചു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ അമ്മയാണെന്നുള്ളത്. ഭയഭക്തിയോടെ മുട്ടുവിറച്ചുകൊണ്ട് കൈകൾ കൂപ്പിയിട്ട് എലിസബത്ത് പറഞ്ഞതാണ്: എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് കിട്ടി? പ്രവാചകൻ 3:4 പറയുന്നു: അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ ഡൊമിനിക്കിന്റെ ചരിത്രം മുഴുവൻ ഇങ്ങനെയാണ്. ഒറ്റ വാക്കിലാണ് ഡൊമിനിക്ക് ഇങ്ങനെ കൂട്ടിച്ചേർത്തത്: ജീവിതകാലം മുഴുവൻ പരിശുദ്ധ മാതാവിനെ സ്തുതിക്കുക, മാതാവിൻ്റെ മഹത്വം പ്രഘോഷിക്കുക, ജപമാല ചൊല്ലിക്കൊണ്ട് മാതാവിനെ ആദരിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക എന്നിവയല്ലാതെ വിശുദ്ധ ഡൊമിനിക്ക് കൂടുതലായി മറ്റൊന്നും അഭിലഷിച്ചിരുന്നില്ല, ആഗ്രഹിച്ചിരുന്നില്ല. ഇതിന് പ്രതിഫലമായി കൊടുത്ത നിരവധി കൃപകളാണ് വിശുദ്ധ ഡൊമിനിക്കിന് കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, മറിയത്തിൻ്റെ മഹത്വം സ്വർഗമാണ് വെളിപ്പെടുത്തേണ്ടത്. നിങ്ങൾ ഓർത്തോ, യേശു ഒരു സ്ഥലത്ത് നിന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് യേശുവിൻ്റെ പ്രബോധനം കേൾക്കാൻ ജനങ്ങൾ തിങ്ങിക്കൂടുന്ന സമയത്ത് ഒരു സ്ത്രീ യേശുവിൻ്റെ പ്രബോധനം ഇങ്ങനെ കേട്ട് ആ വചനത്തിൽ മതിമറന്ന് ആത്മാവ് വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയാണ്. ലൂക്കാ 11:27-28. കേൾക്കുന്നത് യേശുവിൻ്റെ വചനമാണെങ്കിലും ആ സ്ത്രീയുടെ ചിന്ത മുഴുവൻ പോയത് യേശുവിൻ്റെ അമ്മയെക്കുറിച്ചായിരുന്നു. അമ്മയെക്കുറിച്ച് മാത്രമല്ല, അമ്മയുടെ ഉദരത്തിലേക്ക് പോയി. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഈ സ്ത്രീ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ജനക്കൂട്ടത്തിൽ നിന്ന് ഒച്ചത്തിൽ അവനോട് പറഞ്ഞു: നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ വയോദരവും എത്ര ഭാഗ്യമുള്ളവ. ഓർത്തോക്കണം, കേട്ട യേശുവിൻ്റെ വചനമാണെങ്കിലും ഈ സ്ത്രീയുടെ ചിന്ത വീട്ടിലായിരുന്ന മറിയത്തിൻ്റെ ഉദരത്തിലേക്ക് കടന്നുപോയി. അവിടെ ചിന്തിച്ചത് ഇങ്ങനെയാണ്: ഇവൻ ഇങ്ങനെയാണെങ്കിൽ ഇവന് ജന്മം നൽകിയ എൻ്റെ അമ്മ എത്രമാത്രം മഹത്വമുള്ളതായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, സ്വർഗം വെളിപ്പെടുത്തി തരണം, സ്വർഗം വെളിപ്പെടുത്തി തരണം. വിശുദ്ധ ഡൊമിനിക്ക് പറയാണ്, ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു ബുക്ക് വായിച്ചു, അതിനെക്കുറിച്ച് പറയാൻ പ്രിയപ്പെട്ടവരെ. മേരി എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശത്തിൻ്റെ സ്ത്രീ എന്നാണ്. മേരി എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശത്തിൻ്റെ സ്ത്രീ എന്നാണ്. സ്വർഗത്തെയും ഭൂമിയെയും പ്രകാശിപ്പിക്കുവാൻ ഒരു തിളങ്ങുന്ന നക്ഷത്രത്തെ ദൈവം എന്നേക്കുമായി ഒരുക്കി. ഒരു തിളങ്ങുന്ന നക്ഷത്രത്തെ എന്നേക്കുമായി സ്വർഗം ഒരുക്കി. വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഞാൻ ഒരു ദർശനം കണ്ട് ഇങ്ങനെയാണ് പറയുന്നത്: സൂര്യനെ ഉടയാടാക്കിയ സ്ത്രീ, പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ. അതായത് സ്വർഗത്തിൻ്റെയും ഭൂമിയിലും നമ്മൾ ജപമാല പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ജപമാലയിലൂടെ രശ്മികൾ പരന്ന് ലോകത്തിൽ പ്രകാശങ്ങൾ കൊണ്ട് നിറയപ്പെടുകയാണ്. അന്ധകാരം വിട്ടുപോയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11:35 പറയുന്നു: നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പരിശുദ്ധ മറിയത്തെ ബോധപൂർവ്വം ഉപേക്ഷിക്കുന്നവൻ്റെ ജീവിതത്തിൽ അന്ധകാരമല്ലാതെ മറ്റൊന്നുമല്ല. കുടുംബ പ്രാർത്ഥനയില്ലാത്ത കുടുംബത്തിൽ, കുടുംബ പ്രാർത്ഥനയില്ലാത്ത കുടുംബത്തിൽ, കുടുംബ പ്രാർത്ഥനയില്ലാത്ത ജീവിതങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ അന്ധകാരം പിടികൂടാൻ വളരെ എളുപ്പമാണ്. ചേർന്ന് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, സർവശക്തിയോട് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പറ്റുമെങ്കിൽ ഈ ബുക്ക് ഒന്ന് വായിക്കണം. ഈ അടുത്ത ദിവസങ്ങളിലാണ് ഞാൻ വായിച്ചത്. ദിവ്യരഹസ്യങ്ങളുടെ പുഷ്പകിരീടം എന്ന ഈ ബുക്കാണ്. ഇത് വായിക്കും തോറും പ്രിയപ്പെട്ടവരെ എൻ്റെ ഹൃദയം ചൊലിക്കുകയായിരുന്നു. കാരണമുണ്ട്. ഏതാനും 1-2 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മ തന്ന ചില ചിന്തകൾ വർഷങ്ങൾക്ക് മുമ്പ് ഡൊമിനിക്കിലൂടെ ഇത് വെളിപ്പെടുത്തിയ കാര്യം ഞാൻ അറിഞ്ഞത് ഈ കഴിഞ്ഞ ആഴ്ച മുതലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതിലിങ്ങനെ പറയുകയാണ്: നിങ്ങളുടെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം നിങ്ങളുടെ ശരീരം ക്ഷീണിച്ച് തളർന്നു പോകുന്നു തോന്നിയാലും, നിങ്ങൾ ആഗ്രഹിക്കാത്ത വിധത്തിൽ പല വിചാരത്താൽ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥപ്പെട്ടാലും നിങ്ങൾ ജപമാല പ്രാർത്ഥന നിർത്തരുത്. കാരണം പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക്
ഉറപ്പുള്ള വിശ്വാസവും ഉത്തമമായ ബോധ്യമുള്ള നിയോഗങ്ങളും നിങ്ങൾ കാഴ്ചവെക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ജപമാല പ്രാർത്ഥന നിർത്തരുത്. എന്നാൽ എനിക്ക് തന്നൊരു വെളിച്ചം ഇതായിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് പല വിചാരങ്ങൾ ഒരു വിചാരമാക്കി മാറ്റുക. ഇത് നിങ്ങൾ ശരിക്കൊന്ന് മനസ്സിലാക്കണം. പല വിചാരങ്ങൾ ഒരു വിചാരമാക്കി മാറ്റുക. എന്താണെന്നറിയാം, നമ്മൾ ജപമാല ചൊല്ലുമ്പോഴാണ് പിശാച് നിരവധി പല വിചാരങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നത്. ഉദാഹരണത്തിൽ 1-ാം രഹസ്യം ചൊല്ലിത്തുടങ്ങുമ്പോൾ നമ്മൾ കുടുംബത്തെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ രോഗത്തെക്കുറിച്ചോ മറ്റെതിനെങ്കിലും കുറിച്ച് നമ്മുടെ മനസ്സ് ഭാരപ്പെടുന്നുവെങ്കിൽ, അസ്വസ്ഥപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. നിങ്ങൾ ജപമാല നിർത്തരുത്. എന്നെ കുറേ നാൾ ഭാരപ്പെടുത്തിയതിനു ശേഷം എനിക്ക് പരിശുദ്ധമോ പറഞ്ഞു തന്നൊരു കാര്യമാണ്, 2-ാം രഹസ്യത്തിൽ നിങ്ങളെ ഭാരപ്പെടുത്തിയ നിയോഗം ഏതാണോ, നിങ്ങളുടെ വയസ്സ് എത്രയുണ്ടോ അത്രയും വയസ്സിലെത്തുള്ള ഇങ്ങനെ കൂട്ടിച്ചേർക്കുക. അടുത്ത രഹസ്യത്തിൽ ഇത്ര ലക്ഷം ഇതേ വിചാരത്തിലും അസ്വസ്ഥതയിലും കടന്നു പോകുന്നവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിയോഗമായി അടുത്ത രഹസ്യത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് ഇടിമിന്നൽ പോലെ നിവദിക്കുന്നത് കാണാൻ കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നോക്കുമ്പോൾ അവൻ തരുന്ന പ്രലോഭനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവനെ അടിക്കുന്ന ആയുധമാക്കി മാറ്റും. 2-ാം രഹസ്യത്തിൽ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയായി അന്നേരം വന്ന ചിന്തകളും അസ്വസ്ഥതകളും അതുപോലെ കടന്നു പോകുന്നവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും, അവൻ തന്നെ അത് പിന്തിരിപ്പിക്കും. കാരണം അറിയോ, അവൻ്റെ ചിന്തകൾ കൊണ്ട് അവൻ പിടിച്ചു വച്ചിരിക്കുന്ന ആത്മാക്കളെ നമ്മൾ മോചിപ്പിക്കുമ്പോൾ നമ്മളെ അവൻ ആ പല വിചാരത്തിൽ നിന്നും, ആ ക്ഷീണത്തിൽ നിന്നും, ആ തളർച്ചയിൽ നിന്നും നമ്മളെ മോചിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, പിന്നെ ഒരു വിചാരവും വരത്തില്ല, വേറൊരു ലോകത്തിലേക്ക് കടന്നു പോകും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഞാൻ പിന്നീട് ചെയ്യാൻ തുടങ്ങി. ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വായിച്ചപ്പോൾ വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങളുടെ ശരീരം തളർന്നു പോകുമെന്ന് തോന്നിയാലും, നിങ്ങളുടെ ചിന്തകൾ പല വിധത്തിൽ ആകുലപ്പെട്ടാലും നിങ്ങൾ ജപമാല പ്രാർത്ഥന നിർത്തരുത്. മറിച്ച് ശരിയായ നിയോഗങ്ങളും ഉറപ്പുള്ള വിശ്വാസത്തോടും കൂടി നിങ്ങൾ ജപമാല കണ്ടിന്യൂ ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിയായ നിയോഗം ഇതാണ്: ആത്മാക്കളുടെ രക്ഷയായിരിക്കട്ടെ നമ്മുടെ ജപമാലയുടെ നിയോഗം. ചേർന്ന് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരല്പസമയം പ്രിയപ്പെട്ടവരെ, ഒരു വചനവും ഒരു അനുഭവവും പറഞ്ഞിട്ട് നമ്മൾ ഉടനെ ആരാധനയിലേക്ക് പോയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനം. അതിനകത്ത് 12-ാമത്തെ വാക്യത്തിൽ മറിയത്തിന്റെ പീഡാസഹനത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മൾ പോകുന്നില്ല. 1-ാം വാക്യത്തിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ക്ഷണിക്കപ്പെട്ട യേശുവും ശിഷ്യന്മാരും. ബൈബിളിൽ ക്ഷണിക്കപ്പെട്ടു എന്ന് പറയുന്നില്ല, ക്ഷണിക്കപ്പെടാത്ത അമ്മയും. ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇതെനിക്ക് മനസ്സിലായത് 2001 കാലഘട്ടത്തിലാണ്. ആഗ്രയിൽ, ഡൽഹിയിൽ മിഷണറി ആയിരിക്കുന്ന സമയത്ത് മനസ്സിൽ പാവഭാരം തോന്നി. നോയുടെ ചർച്ചിൽ കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തി. കുമ്പസാരം കഴിഞ്ഞപ്പോൾ ഫാദർ ജോ ഇപ്രകാരം പറയുകയാണ്: മോനെ, നീ മാനസാന്തരപ്പെടുന്നതിന് മുമ്പേ നിനക്ക് വേണ്ടി പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചു. എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആനന്ദം പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രിയപ്പെട്ടവരെ. ഞാൻ അധികം ഓർക്കാതിരുന്നിട്ടും, ഞാൻ അധികം പ്രാർത്ഥിക്കാതിരുന്നിട്ടും, ഞാൻ അധികം വിശ്വസിക്കാതിരുന്നിട്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ സ്നേഹിക്കുകയും എന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു അമ്മയുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയം അമ്മയുടെ ഹൃദയത്തോട് ചേരാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ വിശ്വസിച്ചാലും വിശ്വസിക്കുന്നില്ലെങ്കിലും, നീ തള്ളിപ്പറഞ്ഞാലും തള്ളിപ്പറഞ്ഞില്ലെങ്കിലും, നീ തെറി പറഞ്ഞാലും തെറി പറഞ്ഞില്ലെങ്കിലും, പരിശുദ്ധ അമ്മയ്ക്ക് നിന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ല, നിന്നെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം തൻ്റെ ഏകജാതൻ്റെ ജീവന്റെ വിലയാണ് നീ എന്ന് തിരിച്ചറിയും. അങ്ങനെയെങ്കിൽ നീ ഇന്ന് വരെയും തിരിച്ചറിഞ്ഞ് മാതാവിനെ സ്നേഹിക്കാതെയോ വിളിക്കാതെ പോയെങ്കിൽ ഇത് കേൾക്കുമ്പോഴെങ്കിലും നീ തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ അമ്മേ എന്ന് നീ ഒന്ന് ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചാൽ തക്ഷണം നിന്റെ ബെഡ്റൂമിൽ, നിന്റെ ബെഡിന്റെ അരികിലേക്ക്, നിന്റെ രോഗശൈലിയിലേക്ക്, നിന്റെ സങ്കടത്തിന്റെ കണ്ണുനീരിന്റെ താഴ്വരയിലേക്ക് ഇറങ്ങി വരുന്ന ഒരമ്മയുണ്ടെന്ന് നീ തിരിച്ചറിയും. ഇതാണ് ദൈവാനുഭവം പ്രിയപ്പെട്ടവരെ.
കേരളത്തിൽ ചരിത്രത്തിൽ ഇടം തേടിയ അനുഭവം നിങ്ങളാരും മറന്നു കാണില്ല. 1752 മെയ് മാസം 23 കേരളത്തിൽ മായ്ക്കാനാവാത്തൊരു ചരിത്രം രേഖപ്പെടുത്തിയ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയ പ്രിയപ്പെട്ടവരെ, വള്ളർപാടം എന്ന് എറണാകുളം വള്ളർപാടം എന്ന് പറഞ്ഞ ദേശത്ത് മട്ടാഞ്ചേരിയിലേക്ക് ആദ്യമായി ചോറ് കൊടുക്കുവാൻ വേണ്ടി മീനാക്ഷി എന്ന് പറയുന്ന ഒരു അമ്മ തൻ്റെ കുഞ്ഞുമായി യാത്ര പോയത് ഒരു വഞ്ചിയിലായിരുന്നു. ഇന്നത്തെ പോലെ പാലമൊന്നുമില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. വഞ്ചിയിൽ കയറി യാത്ര പോകുന്ന സമയത്ത് വഞ്ചി നടുകായിലെത്തി, പ്രകൃതി മാറി, കാറ്റ് വീശി, തിരമാലകൾ ഉയർന്ന് വഞ്ചി മറിഞ്ഞു. വഞ്ചിയിലുണ്ടായിരുന്ന സകല മനുഷ്യരും ജീവരക്ഷാർത്ഥം വഞ്ചിയിൽ കയറി പിടിക്കുമ്പോൾ കുഞ്ഞിനെ നെഞ്ചിനോട് ചേർത്ത് വെച്ച് കുഞ്ഞിനെ പിടിക്കാനാണ് മീനാക്ഷി അമ്മ തുനിഞ്ഞത്. എന്നാൽ വെള്ളത്തിൻ്റെ അടിത്തട്ടിലോട്ട് പോകുന്ന ആ സമയത്ത് വള്ളർപാടം പള്ളിയിലേക്ക് നോക്കിയിട്ട്, എൻ്റെ വള്ളർപാടത്തമ്മേ എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിച്ചാൽ ഞാനും എൻ്റെ മകനും അമ്മയുടെ മകനും മകളുമായി ജീവിതകാലം മുഴുവൻ അടിമയിരുന്നോളാന്ന് പറഞ്ഞു പോയാണ് വെള്ളത്തിൻ്റെ അടിത്തട്ടിലേക്ക് മീനാക്ഷി അമ്മയും കുഞ്ഞും കടന്നുപോയി. രക്ഷാപ്രവർത്തകരെല്ലാം രക്ഷാപ്രവർത്തനം നടത്തി. നാട്ടിൽ മുഴുവൻ വാർത്തയായി. ബാക്കിയെല്ലാവരും രക്ഷപ്പെട്ടു. മീനാക്ഷി അമ്മേനെയും കുഞ്ഞിനെയും കാണാനില്ല. എന്നാൽ ആ ദിവസം രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഇതാ ഫാദർ മിഗിബേൽ കോറായിക്ക്, അന്ന് ഇടവക വികാരിയായിരുന്ന അച്ഛൻ ഒരു സ്വപ്നം കാണുകയാണ്. മീനാക്ഷി അമ്മയും കുഞ്ഞും വെള്ളത്തിനിടയിൽ ജീവനരുണ്ട്. സ്വപ്നം എന്നതുപോലെ രണ്ടാം ദിവസം മനസ്സില്ല മനസ്സോട് എടുത്ത് പറയുന്ന ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തി, നല്ല മത്സ്യങ്ങളല്ലാതെ മറ്റൊന്നും കിട്ടിയില്ല. രണ്ടാം ദിവസവും രാത്രി മാതാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, എൻ്റെ സന്ദേശത്തെ എന്തിന് സംശയിക്കുന്നു? മീൻപിടുത്തക്കാരെ വരുത്തി രക്ഷാപ്രവർത്തനം നടത്തി കുഞ്ഞിനെ അമ്മേനെ രക്ഷിക്കുക. അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞു, മീനാക്ഷി അമ്മയും കുഞ്ഞും വെള്ളത്തിൻ്റെ അടിത്തട്ടിലുണ്ടു എന്ന്. മൂന്നാം ദിവസം പ്രിയപ്പെട്ടവരെ, മീൻപിടുത്തക്കാർ വലയിറക്കിയപ്പോൾ മീനാക്ഷി അമ്മയും കുഞ്ഞും ജീവനോടുകൂടി മുകളിലേക്ക് വരാൻ തുടങ്ങി. മുകളിൽ മീനാക്ഷി അമ്മയും കുഞ്ഞും ജീവനോട് വന്നപ്പോൾ ജനമെല്ലാം ഭയന്ന് വള്ളത്തിൽ കയറി കരയ്ക്കടുപ്പിച്ചപ്പോൾ കുഞ്ഞിനെയുമായിട്ട് മീനാക്ഷി അമ്മ നേരെ ഒരു ഓട്ടമോടി വള്ളർപാടം പള്ളിയിൽ കമിഴ്ന്ന് കടന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ സമ്പൂർണ്ണമായ സമർപ്പണം നടത്തി. ഒരു കൊച്ചു കുടില് കെട്ടി മേരി എന്ന പേര് അമ്മയും യേശുദാസ് എന്ന പേര് മകനും സ്വീകരിച്ചു. ജീവിതകാലം മുഴുവൻ വള്ളർപാടം പള്ളിയിൽ മുറ്റമടിക്കുന്ന ഒരു ശുശ്രൂഷയുമായി കടന്നുപോയി. ഇന്നും ആ തലമുറ ആ ദേശത്തുണ്ട്. 1752 മെയ് മാസം 23 ചരിത്രത്തിൽ ഇടം തേടി. ഇനി മീനാക്ഷി അമ്മ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞോട്ടെ പ്രിയപ്പെട്ടവരെ. മീനാക്ഷി അമ്മ പറയുകയാണ്, എല്ലാവരും വള്ളത്തിൽ പിടിച്ച് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ മീനാക്ഷി അമ്മ തൻ്റെ കൈക്കുഞ്ഞുമായിട്ട് എൻ്റെ വള്ളർപാടത്തമ്മേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന സമയത്ത് അമ്മയും കുഞ്ഞും വെള്ളത്തിൻ്റെ അടിത്തട്ടിലോട്ട് പോകുമ്പോൾ വെള്ളത്തിൻ്റെ അടിത്തട്ടിലേക്ക് വേറൊരു മകനും അതായത് യേശുവും പരിശുദ്ധ മറിയവും കൂടി വെള്ളത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. 3 രാവും 3 പകലും യേശുവും മറിയവും മീനാക്ഷി അമ്മയും കുഞ്ഞുമായിട്ട് ചെലവഴിച്ച് സ്വർഗീയ അനുഭവം, മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത അനുഭവം. മീനാക്ഷി അമ്മയുടെ ചരിത്രത്തിൽ ഇങ്ങനെ പറയുന്നു, ജീവിതകാലം മുഴുവൻ അവിടെ ആയിരുന്നാലും എത്രയോ ആനന്ദമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ചിലർ ചോദിക്കും ഇതെങ്ങനെ സത്യമാണോ എന്ന് സംശയിക്കും. ഇത് സത്യമാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ എറണാകുളം ജില്ലയിൽ ഇന്നും അവരുടെ തറവാടിൽ ശേഷിക്കുന്ന തലമുറയുണ്ട്. പോയി ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, ഇതൊരു കഥയല്ല, ഇതൊരു ചരിത്രമാണ്. ചിലർ ചോദിക്കാറുണ്ട്, യോനായെ തിമ്മിങ്കലത്തിന് വിഴുങ്ങാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, യോനായെ തിമ്മിങ്കലം വിഴുങ്ങിയെന്നും തിമ്മിങ്കലത്തെ യോന വിഴുങ്ങിയെന്നും ഈ പുസ്തകത്തിൽ എഴുതി വെച്ചാൽ ഈ പാവപ്പെട്ട ശുശ്രൂഷകൻ ചോദ്യം ചെയ്യില്ല, വിശ്വസിക്കും. ഈ പുസ്തകമുള്ളത് കൊണ്ട് ഇന്ന് ഈ സുവിശേഷം പറയുവാൻ ഞാൻ ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് ജീവിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, വിശുദ്ധ ലൂയിസ് മോൺഫോർട്ടിലൂടെ ഇപ്രകാരമാണ് പറഞ്ഞത്, ഒരു സുവിശേഷ പ്രഘോഷകന് ആധികാരികമായി പഠിപ്പിക്കുവാൻ അറിയില്ല എങ്കിൽ പോലും, തിയോളജിയോ ഫിലോസഫിയോ അറിയില്ല എങ്കിൽ പോലും, അക്ഷരം അറിയില്ലെങ്കിൽ പോലും, അവൻ സുവിശേഷകൻ നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ മറിയം വഴി അവൻ്റെ അന്തരങ്ങളിലൂടെ വരുന്ന വചനത്തിനും വാക്കുകൾക്കും മാരകപാപികളെ, കഠിനപാപികളെ മനസ്സുകളെ ചലിപ്പിക്കാനും ആത്മാവിനെ കീറി മുറിക്കുവാനും മാനസാന്തരത്തിലേക്ക് നയിക്കുവാനും അവൻ്റെ മേൽ പരിശുദ്ധ മറിയം വഴി അഗ്നി അഭിഷേകം നൽകും. ഇത് സത്യമാ പ്രിയപ്പെട്ടവരെ, സത്യമാ. എന്നെ സംബന്ധിച്ചത് സത്യമാ. ആധികാരികമായി ഒന്നും പഠിച്ചിട്ടില്ലെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. ടെസ്റ്റ് മണി കേൾക്കാത്തവരില്ല, എനിക്കറിയാം. തിയോളജിയോ ഫിലോസഫിയോ ഒന്നും അറിയില്ല. പക്ഷേ ഇത് മാത്രമായി എൻ്റെ ആയുധം. ഞാൻ ആദ്യം പ്രാർത്ഥിക്കാൻ പഠിച്ചത് ഇവിടെ നിന്നാ. യേശുവിൻ്റെ അമ്മ എൻ്റെ അമ്മയാ.
അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ആരാധിക്കാം. പരിശുദ്ധ മറിയത്തോട് നമ്മൾ ജപമാല ചൊല്ലുമ്പോഴും മാതാവിനെ ആദരിക്കുമ്പോഴും വണങ്ങുമ്പോഴും മാതാവിനെ ആരാധിക്കുകയല്ല, സ്തുതി വേറെ, ആരാധന വേറെ. പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ജപമാല ചൊല്ലുമ്പോൾ ത്രിത്യേക ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ബഹുമാനിക്കുന്നത്. വിശുദ്ധ ഡൊമിനിക് പറഞ്ഞതാ. പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം CCC ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ. 1964 യേശുവിൻ്റെ കന്യക ജനനം മുതൽ കാൽവരി മല വരെയും യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടുകൊണ്ടാണ് പരിശുദ്ധ കന്യക മറിയം യാത്ര ചെയ്തത്. യേശുവിൻ്റെ ശരീരത്തിൽ എന്തുമാത്രം പീഡകൾ ഏറ്റെടുത്തോ അത്രമാത്രം മറിയത്തിൻ്റെ ഹൃദയത്തിൽ പീഡകളുണ്ടായിരുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് ആരാധിക്കാം. എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയോട് ചേർന്ന് ഈ അൾത്താരയ്ക്ക് ചുറ്റും വിശുദ്ധരോട് ചേർന്ന് മാലാഖമാരോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കാം. ഈ സമയം ഷക്കേന ചാനലിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സന്തോഷ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിലെ ഈ 31 ദിവസത്തെ ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥ മരിയഭക്തി വെളിപ്പെടുത്താൻ തക്കവിധം ശുശ്രൂഷയുടെ മേൽ ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയപ്പെട്ട ബ്രദറിന്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെറുതും വലുതുമായി സാമ്പത്തികമായി സഹായിക്കുന്നവരെയും, ഈ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും, ഈ ആലയത്തെ സ്നേഹിക്കുന്നവരെയും, അവരുടെ തലമുറകളെ അനുഗ്രഹിച്ചുകൊണ്ട് ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ലോകത്തിന്റെ 4 അതിരുകളിലായിരുന്നുകൊണ്ട് ഈ ആലയത്തെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഗോള കത്തോലിക്ക തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഫ്രാൻസിസ് പിതാവിന് വേണ്ടിയും ബെനഡിക്റ്റ് പിതാവിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രൂപത അധ്യക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 5000 പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 5 ലക്ഷം വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലക്ഷക്കണക്കിന് വരുന്ന സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയിൽ ദൈവവിളി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളെ തകർക്കണമേ. പരിശുദ്ധമേ, സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികളെ തകർക്കണമേ. അന്ധകാര സേനകളെ തകർക്കണമേ. പരിശുദ്ധമേ, അമ്മയോട് ചേർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ മേഖലകളിൽ ആയിരുന്നു പ്രാർത്ഥിക്കുന്ന എല്ലാ രണ്ട് കരങ്ങളിൽ ഉയർത്തി സ്തുതിക്കട്ടെ. അമ്മമേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. അമ്മമേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. അമ്മമേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊന്നായി നാഥൻ അണയുന്നു. മാലാഖമാരോടൊന്നായി നാഥൻ അണയുന്നു. ആനന്ദമേ, എന്തൊരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആനന്ദമേ, എന്തൊരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ, ഉള്ളിൽ ആഹ്ലാദമേ, അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. കർത്താവായ യേശുവേ, ലോകത്തിന്റെ 4 അതിരുകളിലെ പെന്തക്കോസ്ത് സഭകളിലായിരിക്കുന്ന മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയത്തെ തള്ളിപ്പറയുന്ന മക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറിയത്തെ തെറി പറയുന്ന മക്കളെ, കത്തോലിക്ക തിരുസഭയെ അവഹേളിക്കുന്ന മക്കളെ, സഭയ്ക്കുള്ളിലായിരുന്നു കൊണ്ടും പുറത്തായിരുന്നു കൊണ്ടും സഭയെ ആക്രമിക്കുന്ന മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയത്തോട് ചേർന്ന് യേശുവെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ ശുശ്രൂഷയോട് ചേർന്ന്
ഈശോയോട് ഐക്യപ്പെട്ട് യേശുവിനെ ആരാധിക്കുക. ജപമാല ചൊല്ലാനുള്ള തടസ്സങ്ങൾ വിട്ടുപോട്ടെ. ജപമാല ചൊല്ലാനുള്ള തടസ്സങ്ങൾ വിട്ടുപോട്ടെ. പെന്തക്കോസ്ത് സഭയിൽ പോയത് മുഖാന്തരം ജപമാല ചൊല്ലാൻ പറ്റാത്ത മക്കള്, തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിട്ടും പറ്റാത്ത മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എംബർ എമ്മാനുവേലിൽ പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയെ നിഷേധിക്കുന്ന ചാനലുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, സകല മക്കളുടെ വിശ്വസിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കട്ടെ. ആരാധന 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 ആരാധന. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം. അധരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം. അധരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ കർത്താവായ യേശുവേ, കത്തോലിക്ക സഭയിലെ മൂന്ന് റീത്തുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മലബാറിന്, മലങ്കര സഭയ്ക്ക് വേണ്ടി, ലക്കിൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൊഴുത്തും എന്നതുപോലെ റീത്തുകൾ തമ്മിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ റീത്തുകൾ കൂടുതൽ സ്നേഹത്തിലും ഐക്യത്തിലുമായിരുന്നുകൊണ്ട് ആഗോള കത്തോലിക്ക തിരുസഭ മുഴുവൻ ഒന്നിച്ചേർന്നുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. HIV രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിയോഗങ്ങൾ ഈ ആലയത്തിലേക്ക് അയച്ച മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിലേക്ക് പ്രാർത്ഥന നിയോഗങ്ങൾ അയച്ച മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്ത പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൽ ഇന്ന് കടന്നു വന്ന വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചാനലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചാനലിൽ അങ്ങയുടെ ഹിതം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിൽ അങ്ങയുടെ സ്വപ്നങ്ങൾ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഉച്ചത്തിൽ വിളിക്കട്ടെ. പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. പ്രിയപ്പെട്ടവരെ, വലിയ സ്നേഹത്തോടെ രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച്, രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് വലിയ നിശബ്ദതയിലേക്ക് വരാം. വീടുകളിലായിരിക്കുന്നവര് ആയിരിക്കുന്ന സ്ഥലത്ത് കണ്ണുകളടച്ച് നിന്നുകൊണ്ട് മതി മറക്കാം. മനസ്സ്, ഹൃദയം, ആത്മാവ്, ശരീരം ദൈവത്തിൽ ഉറപ്പിക്കാം. ജോബിന്റെ പുസ്തകത്തിലെ 13:11 പറയുന്നു, ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ചു, കരങ്ങൾ ഉയർത്തിയിരുന്നെങ്കിൽ. കർത്താവേ, ജപമാല ചൊല്ലാൻ തടസ്സമുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരിക്കൽ ഒരുപാട് ജപമാല ചൊല്ലി, ഇപ്പോൾ ചൊല്ലാൻ പറ്റുന്നില്ല. തെറ്റായ വിശ്വാസങ്ങളും തെറ്റായ ബോധ്യങ്ങളും തലച്ചോറിൽ കയറി ഇത് മുഖാന്തരം മറിയത്തെ നിഷേധിച്ച് അന്ധകാരത്തിൽ ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ വീണ്ടെടുക്കണമേ. പ്രത്യേകിച്ച് എല്ലാ പ്രാർത്ഥന ഗ്രൂപ്പുകളിലും മറ്റ് സഭകളുടെ ഗ്രൂപ്പുകളിലും പോയത് മുഖാന്തരം പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയത് മുഖാന്തരം കുടുംബത്തിലുള്ള അസ്വസ്ഥതകളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ആ കൃപയ്ക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. ഒരു കാര്യം മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, യേശുവിനെയും അമ്മേനെയും വേർതിരിക്കാൻ പറ്റുകയില്ല. പിശാചാണ് മറിയത്തിന്റെ മഹത്വത്തെ കെടുത്തുന്നത്. പൊക്കിൾക്കൊടി ടു പൊക്കിൾക്കൊടി വഴിയാണ് പരിശുദ്ധ മറിയത്തിൽ നിന്നും യേശു ഭക്ഷിച്ചത്.
ഉത്ഭവ ഭാവമില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതാ. മറിയത്തിന് ഉത്ഭവ ഭാവം ഉണ്ടായിരുന്നുവെങ്കിൽ യേശു ആ ഉദരത്തിൽ ജനിക്കില്ലായിരുന്നു. കാരണം യേശുവിന് അത് പകരപ്പെടുമല്ലോ. പൊക്കിൾക്കൊടി ടു പൊക്കിൾക്കൊടി വഴിയാണ് ഭക്ഷിച്ചത്. ആ ചോരയും മറിയത്തിൻ്റെ ചോരയും നീരുമാണ് യേശു ഭക്ഷണമായി സ്വീകരിച്ചത്. ഒരു കുഞ്ഞായി ആ ഉദരത്തിലായിരുന്ന കാലഘട്ടമെല്ലാം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് മറിയത്തെയും യേശുവിനെയും വേർതിരിക്കാൻ പറ്റില്ല. യേശു കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയും എന്തുമാത്രം പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയോ. പിലാത്തോസിന്റെ ഭവനം മുതൽ കാൽവരി മല വരെയും യേശുവിൻ്റെ ശരീരത്തിലായിരുന്നു പീഡനമെങ്കിൽ മറിയത്തിൻ്റെ ഹൃദയത്തിലായിരുന്നു ആ പീഡനം. മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിൽ. ലോകത്തിലെ വേറെ ഏതെങ്കിലും ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ തലകറങ്ങി വീഴണം, അല്ലെങ്കിൽ അറ്റാക്ക് വന്നേനും, അല്ലെങ്കിൽ സ്പോട്ടിൽ മരിച്ചേനും. പക്ഷെ മറിയത്തെ സ്വർഗം ഒരുക്കിയതാണ്. പാറ പോലെ നിൽക്കുന്നു. സഭയുടെ അമ്മയെന്നാണ് കത്തോലിക്ക മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. യേശുവിൻ്റെയും സഭയുടെയും അമ്മയാണ് പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ടവരെ, മുട്ടുമേനിക്കാം ആശീർവാദം സ്വീകരിക്കാനായിട്ട്. നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. പ്രിയപ്പെട്ട അച്ഛന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അച്ഛൻ്റെ ശുശ്രൂഷ വഴി, പൗരോഹിത്യ ശുശ്രൂഷ വഴി ആത്മാക്കൾ കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോൾ തന്നെ, കുമ്പസാരം കേൾക്കുമ്പോൾ തന്നെ മോചനം പ്രാപിക്കട്ടെ. ആ ബലിയർപ്പണത്തിലൂടെ ആത്മാക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. ഈ ചാനലിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ വൈദികരെയും പിതാക്കന്മാരെയും ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആലഞ്ചേരി പിതാവിനെയും ആൻഡ്രസ് പിതാവിനെയും പ്രത്യേകിച്ച് പാലാ പിതാവിനെയൊക്കെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കത്തോലിക്ക സഭയിലെ എല്ലാ ചാനലുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഷാലോം ഗുഡ്നസ് യൂട്യൂബ് ചാനലുകൾ, പ്രിയപ്പെട്ട സന്തോഷ് ബ്രദറിൻ്റെ ഈ ചാനലിനെ, ഞങ്ങളുടെ ചാനലിനെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. മുട്ടുകുത്തി ആശീർവാദം ഏറ്റുവാങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, ലോകത്തിന്റെ തെക്കു വടക്കു പടിഞ്ഞാറ് യേശുവേ, ആരാധന യേശുവേ, യേശുവേ, ആരാധന 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 യേശുവേ, ഈശോയെ ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.